അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൊതുവെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഞങ്ങളെല്ലാം ചിന്തിക്കുന്നത് പോലെ തന്നെ വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ജനാധിപത്യ സംവിധാനം തന്നെ തകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണോ? BDJSന്റെ പ്രതിനിധി ഒരിക്കലും ജനാധിപത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇതുവരെയും. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പിൽ ഇങ്ങനെ കരുതി പിടിച്ച് വേണമായിരുന്നു. അത് അഴിമതിക്ക് മുക്തമാക്കിയ ഒരു ഭാരതം ഉണ്ടാക്കുമെന്നും പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് മദ്യനയത്തിലൂടെ അഴിമതി നടത്തിയതെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കും. തെളിഞ്ഞില്ല, അല്ല തെളിവില്ല. ആകെയുള്ളത് ഡൽഹിയിലെ പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് കുറച്ച് പണം കിട്ടി. സൗത്ത് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ വ്യവസായികളും പിന്നെ നമ്മുടെ BJPക്ക് പൈസ കൊടുത്ത നമ്മുടെ ശരചന്ദ്രയും കൂടെ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടുണ്ട്, മദ്യനയത്തിൽ ഭേദഗതി വരുത്താൻ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. തെളിവുള്ളത് കൊണ്ടാണല്ലോ കോടതി വരെയും ജാമ്യം അനുവദിക്കാതെ ഉണ്ട്. ശരിയാ, പക്ഷേ ആ PMLA ആക്ട് വളരെ മാരകമായ ഒരു ആക്ടാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതി ആ രീതിയിൽ അനുകൂലമായിട്ടൊരു നടപടി എടുക്കാനുള്ള സാധ്യത കുറവാണ് അല്ലേ? അങ്ങനെ കരുതുന്നത് അല്ലേ? അപ്പം മൊത്തത്തിൽ എന്താ മുൻ പ്രസിഡന്റാണ് അല്ലേ ചെങ്ങളായിയുടെ പേരെന്ന് പറയും, മിനേഷിനെ പ്രേക്ഷകർക്ക് നേരിട്ട് അറിയില്ലെങ്കിലും ഇദ്ദേഹം ഒരു കലാകാരൻ കൂടിയായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നാടൻപാട്ട് അല്ലേ? സംഘമുണ്ടോ നിങ്ങൾക്ക്? സംഘമുണ്ട് ആണല്ലേ? അത് പുറത്തൊക്കെ കുറെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും. ഒന്ന് മൈക്കൊന്ന് കൊടുക്കാമോ? ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താ പേര് പറഞ്ഞോ? പേരെന്താ? എൻ്റെ പേര് അനിത. അനിത, ഒറ്റ ചോദ്യം, കണ്ണൂരിൽ ആർക്കാ സാധ്യത? കണ്ണൂരിലെ MV ജയരാജൻ. അപ്പുറത്തെ സാധ്യത രണ്ടാമത് എന്താ പേര്? വിലാസിനി. ഇവിടെ MV ജയരാജൻ. MV ജയരാജനാണോ? മൂന്ന് വാസന്തി. കണ്ണൂരിൽ LDF-നാണ് നമ്മൾ പ്രാധാന്യം കാണുന്നത്. എല്ലാവരും ഒരേ ഏരിയ കമ്മിറ്റിയോ ബ്രാഞ്ച് കമ്മിറ്റിയോ കണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത ആളുടെ ചോദിക്കുന്നില്ല അല്ലേ? അതായിരിക്കാനാണ് സാധ്യത. ഒരേ കോണ. ഞാൻ ശ്രീജ. ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നതോടെ ഇപ്രാവശ്യം MV ജയരാജൻ തന്നെയായിരിക്കും. ആണോ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആണോ? ഇവിടെ എന്താ പറഞ്ഞേ? എന്റെ പേര് അളക. MV ജയരാജൻ. ഒരു കമ്മിറ്റി മൊത്തത്തിൽ വന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇവിടെ നല്ല കടുത്ത മത്സരമാണ്. ഇവരൊരു കമ്മിറ്റിക്കാരൻ, അത് മാത്രം പറയുന്നത് വിശ്വസിക്കേണ്ട. തന്നോ മൈക്ക്. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കേ, എന്തോ അല്ലാത്തവരും ഉണ്ട്. എന്താ ഇവിടുത്തെ ഒരു സാധ്യത? ഇവരൊക്കെ പറയുന്നത് MV ജയരാജൻ വരണം ഇത്തവണ പാർലമെന്റിൽ എന്ന് LDF പറയുന്നു. ഇവിടെ കെ സുധാകരൻ തന്നെ ജയിക്കും, ആണല്ലേ? യാതൊരു സംശയമില്ല. കണ്ണൂർ കെ സുധാകരനെ വിട്ട് കളിച്ചത് ശ്രീമതി ടീച്ചർ മത്സരിക്കുമ്പോൾ. അങ്ങനൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ഇല്ല 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 ഇല്ല. പക്ഷേ കെ സുധാകരന് വ്യക്തിപരമായി പാർലമെന്റിൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചില പരിമിതിയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. അത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് കൂടി ആയതുകൊണ്ടാണ് കൂടുതൽ ഭാരം അദ്ദേഹത്തിന്റെ മേലെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടതുകൊണ്ടും അങ്ങനെ കണ്ണൂർ ജില്ലയിൽ. എൻ്റെ ഒരു സംശയം അതല്ല, നിങ്ങളുടെ ഒരു തൃപ്തികരമായ രീതിയിൽ കെ സുധാകരന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അതിന്റെ ചുമതല കൂടെ വഹിക്കുന്നത് കൊണ്ട് സമയക്കുറവ് ലഭിച്ചിട്ടുണ്ടാവും. എങ്കിലും അദ്ദേഹം അവധിയെടുത്ത് സ്വകാര്യ സന്ദർശനത്തിന് പോയതല്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയായിരുന്നു. അതൊന്നും മണ്ഡലത്തെ ബാധിച്ചിട്ടേ ഇല്ല. അല്ലേ? അതൊന്നും ഒരു ബാധിച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഈ പേഴ്സണൽ ആയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ബാധിക്കൂ? ഒന്നും ബാധിക്കില്ല. അതൊന്നും ബാധിക്കില്ല. ചർച്ച ദേശീയ രാഷ്ട്രീയമാണ്. അത്രേ ഉള്ളൂ. ആ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് കരുത്ത് വേണം. അതിന് സുധാകരനെ ജയിപ്പിക്കണം. അതാണ് പ്രധാനപ്പെട്ട നിങ്ങളുടെ ആവശ്യം. അതാണ് കണ്ണൂർ പറയുന്നത്. ആണോ? നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ കേരളത്തില് ഇവിടെ ആര് ജയിച്ചാലും കേന്ദ്രത്തില് പിന്നെ BJP ഗവൺമെന്റ് ആണെങ്കിൽ ഈ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സപ്ലൈ കുറയുന്നുള്ളതാണ്. അപ്പൊ എന്റെ സംശയത്തില്ല, അങ്ങനെ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ MP സർക്കാരിനോടൊപ്പം നിന്ന് അത് നേടിയെടുക്കണ്ടായിരുന്നു? അല്ല, അത് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ തീരുമാനിക്കേണ്ടത്. പിന്നെ പൈസ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ സർക്കാർ നമ്മളാണ് കേന്ദ്രത്തെക്കാൾ വലുത് എന്ന് കാണിച്ചാൽ അതൊട്ട് കൊടുക്കാനും പോകുന്നു. അപ്പൊ സർക്കാരും കേന്ദ്രവും തമ്മിൽ ഒരു സഹകരണം വേണം. തീർച്ചയായും എടുക്കുന്ന ഒരു പൈസ കിട്ടണ്ടെങ്കിൽ അച്ഛന്റെ അവകാശമാണ് കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തരൂല. പക്ഷേ കേന്ദ്രം അച്ഛനായിട്ട് നമ്മൾ കേരളം അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കണം. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഒരു രാജ്യമാണ്. കേന്ദ്രം സാറും നമ്മൾ കുട്ടിയും കളിക്കാൻ വന്നാൽ നടക്കൂല. അത് നമ്മുടെ ഫെഡറലിസത്തിന് എതിരല്ലേ? അല്ലേ? അതല്ലേ ഒരു ആശയം അല്ലേ? നമ്മുടെ സംസ്ഥാനങ്ങളെ കേന്ദ്രം പിഴിയാൻ പാടില്ലല്ലോ. ഓക്കെ. അപ്പം എന്താ ചെറുപ്പക്കാര താങ്കളുടെ ഒരു ആഗ്രഹം? അല്ല, രാഷ്ട്രീയം മറ്റാഗ്രഹങ്ങളല്ല, അതെനിക്ക് നമുക്ക് പരസ്യമായി പറയാൻ പറ്റുന്നില്ലല്ലോ. രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ. കണ്ണൂരിൽ കെ സുധാകരൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അത് അത്ര ആത്മവിശ്വാസം?
ആത്മവിശ്വാസം ഉണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ജയിക്കണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ കെ സുരേന്ദ്രൻ പോലും ചുരം കയറി പോയി. രാഹുൽ ഗാന്ധി വരും, സുരേന്ദ്രന്റെ അവിടെ പോയി തോൽവിയാണ്. ആണല്ലേ? ഇനിയിപ്പോ വയനാട് വിധിയാണ്. ആണോ? വയനാട് ഇപ്പോൾ ഏകദേശം തീരുമാനമായി. കണ്ണൂരിന്റെ കാര്യത്തിലും എം വി ജയരാജൻ വന്നപ്പോ ഒരു ടൈറ്റ് ആയോ? ഒരു ഡേറ്റും ഇല്ല. ഒരു ടൈറ്റും ഇല്ല. സുധാകരൻ വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കും. ആണോ? കെ സുധാകരൻ വന്നോടി കളർ മാറി. അതെ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ആണോ? കെ സുധാകരൻ വന്നോടി. അല്ല, ഞാനതിനെ പറയുന്നത് രണ്ട് കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഒന്ന്, നമ്മളെ ഈ നാടിന്റെ ഈ ചോദ്യത്തിന് ഒന്ന് പറയുന്നതിന് മുമ്പ് ഈ നാടിന്റെ ഒരു പ്രത്യേകത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ വളരെ വ്യത്യസ്തരായ വളരെ തീവ്രമായ നിലപാടുകളുള്ള രാഷ്ട്രീയ കക്ഷിക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ കണ്ണൂരിനെ പറ്റി പൊതുവേ പറയുന്നതിന് വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരാണ് നമ്മൾ. വളരെ സ്നേഹബന്ധം പുലർത്തുന്ന ആളുകളാണ് ഇവിടെ എല്ലാവരും. അല്ല, പൊതുവെ അങ്ങനെയാണല്ലോ പറയുന്നത്, പറയുന്നത്. ഈ സ്നേഹം ഉണ്ടാവുമ്പോഴാണ് വികാരം ഉണ്ടാവുക. അതോടൊപ്പം ആശയപരമായിട്ട് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇന്ന് ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മളിന്ന് ഓർമ്മയിൽ പോലും ഇങ്ങനെ ഈ പൊതു മാർക്കറ്റുകളും സപ്ലൈകോ പോലത്തെ സ്ഥലങ്ങളിലൊന്നും സാധനങ്ങൾ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഇതിനു മുമ്പ് അധികം ഉണ്ടായിട്ടില്ല. സാധാരണക്കാരന് പ്രയാസം എന്തിന്റെ അടിസ്ഥാനത്തിലായാലും വലിയ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം സാധാരണക്കാരന്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. വലിയ വലിയ ആളുകൾക്ക് മറ്റു പല ഓപ്ഷനും ഉണ്ട്. പക്ഷെ സപ്ലൈകോയെ ആശ്രയിക്കുന്ന സാധാരണക്കാരന് സാധനം കിട്ടാനില്ല.